നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനാ സീരീസിൽ ഭരണഘടനാ നിർമ്മാണ സമിതി, ഭരണഘടനയുടെ ആമുഖം പോലുള്ള ടോപ്പിക്കുകൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പൗരത്വം എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റു സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ആസ്ഥ അക്കാഡമി ഇങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ ലളിതമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള പുസ്തകമാണ്. ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന ആർക്കും വായിച്ച് പഠിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പുസ്തകം. വളരെ ലളിതമാണ് അതിനകത്തുള്ള ഘടന, എന്നാൽ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരുപാട് വാരി വലിച്ച് പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എൻ്റെ ക്ലാസ്സുകളൊക്കെ കാണുകയാണെങ്കിൽ ക്ലാസ്സിനകത്ത് ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാം. ആ കാര്യങ്ങളെല്ലാം അതുപോലെ കൃത്യമായി എഴുതി വച്ചിരിക്കുന്ന പുസ്തകമാണ്. ഞാൻ തന്നെ തയ്യാറാക്കിയുള്ള പുസ്തകമാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ക്ലാസ് കേട്ടതിന് ശേഷം ഈ പുസ്തകം കൂടി വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 120 രൂപ മാത്രമേ വിലയുള്ളൂ. 152 പേജുകളേ ഉള്ളൂ. 152 പേജ് എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ സൈസിലുള്ള പുസ്തകമാണ്. അതായത് നമ്മുടെ റാങ്ക് ഫയൽ സൈസ് അല്ല, ചെറിയ സൈസാണ്. അതിനേക്കാൾ ചെറിയ സൈസാണ്, A5 സൈസാണ്. അതായത് പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന പുസ്തകമാണ്. അപ്പോൾ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്പറിലോട്ട് വിളിക്കുക. അവരതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ആസ്ഥ അക്കാഡമി മറ്റു ചില പുസ്തകങ്ങൾ കൂടി അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ആസ്ഥ അക്കാഡമിയുടെ UPI ID വഴി മാത്രമേ ചെയ്യാവൂ. QR കോഡ് വഴിയോ ഏതെങ്കിലും ഫോൺ നമ്പർ വഴിയോ പേയ്മെൻറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന പേയ്മെൻറ്റുകൾക്ക് ആസ്ഥ അക്കാഡമി ഉത്തരവാദി ആയിരിക്കത്തില്ല. അപ്പോൾ അതെന്തായാലും അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ടന്റിലോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ YouTube ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്ത് പൗരത്വം എന്ന ടോപ്പിക്കാണ് പഠിക്കേണ്ടത്. അതിനകത്തോട്ട് വരുന്നതിന് മുമ്പ് ആമുഖമായിട്ട് ചില കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും അതൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കണ്ടന്റിലോട്ട് വരാം. നിങ്ങൾക്കറിയാം, ലോകത്ത് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഭരണഘടനകളുണ്ട്, അല്ലേ? ഒന്ന് ലിഖിത ഭരണഘടന, വേറൊന്ന് അലിഖിത ഭരണഘടന. നിങ്ങൾക്കറിയാം, അലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് ബ്രിട്ടീഷ് ഭരണഘടന. അതേസമയം ഇന്ത്യൻ ഭരണഘടന എന്നത് അത് ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ്. അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ലോകത്തെ ഏറ്റവും വലുതും ബൃഹത്തുമായിട്ടുള്ള ഭരണഘടന അത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്? അത് ബ്രിട്ടീഷ് ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും വലുതും ബൃഹത്തുമായിട്ടുള്ള ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന അത് ഇന്ത്യൻ ഭരണഘടനയാണ്, അല്ലെ? അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന എന്ന് തന്നെ ചോദിക്കണം. അങ്ങനെ ചോദിച്ചാലാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുക. അതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അമേരിക്കൻ ഭരണഘടനയും ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ്. ലോകത്തിലെ ഏറ്റവും ആധുനികമായിട്ടുള്ള ആദ്യത്തെ ഭരണഘടന, ലോകത്തിലെ ഏറ്റവും ആധുനികമായിട്ടുള്ള ആദ്യത്തെ ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന എന്ന് പഠിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ടാണ് നമുക്ക് വരേണ്ടത്. വേറെ രീതിയിൽ നമ്മൾ ഭരണഘടനയെ തരംതിരിക്കാറുണ്ട്. ചില ഭരണഘടനകൾ എങ്ങനെയുള്ളതാണ്? ഫ്ലെക്സിബിൾ ആയിരിക്കും, അയവുള്ളതായിരിക്കും. ചില ഭരണഘടന എങ്ങനെയുള്ളതായിരിക്കും? റിജിഡ് ആയിരിക്കും, അതായത് കാർക്കശ്യ സ്വഭാവം ഉള്ളതായിരിക്കും. അപ്പോൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഭരണഘടന ഭേദഗതി ചെയ്യാൻ, തിരുത്തുവാൻ എത്രത്തോളം എളുപ്പമാണ്. അങ്ങനെയാണ് എങ്കിൽ അത്തരം ഭരണഘടനകളെ നമ്മൾ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, അയവുള്ള ഭരണഘടന എന്ന് പറയും. അതേസമയം ഒരു ഭരണഘടന തിരുത്തുന്നതിന്, ഭേദഗതി ചെയ്യുന്നതിന് ഒരുപാട് സാങ്കേതികതയുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് പ്രയാസമുണ്ട് എങ്കിൽ അത്തരം ഭരണഘടനകളെ നമ്മൾ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ കാർക്കശ്യ സ്വഭാവമുള്ള ഭരണഘടന എന്ന് പറയും. ലോകത്തെ ഏറ്റവും അയവുള്ള ഭരണഘടനയ്ക്ക്
ഉദാഹരണമാണ് ബ്രിട്ടീഷ് ഭരണഘടന. ബ്രിട്ടീഷ് ഭരണഘടന ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷന് ഉദാഹരണമാണ്. അതേസമയം അമേരിക്കൻ ഭരണഘടന റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷന് ഉദാഹരണമാണ്. അങ്ങനെയാണ് എങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഇതിൽ ഏത് വിഭാഗത്തിൽ പെടും? ഫ്ലെക്സിബിൾ ആണോ റിജിഡ് ആണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടന പോലെ ഫ്ലെക്സിബിൾ അല്ല, എന്നാൽ അമേരിക്കൻ ഭരണഘടന പോലെ റിജിഡുമല്ല. ഇതിൻ്റെ ഒരു മധ്യഭാഗത്തായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ പ്ലേസ് ചെയ്യേണ്ടത്. അതായത് ഇന്ത്യൻ ഭരണഘടന പാർട്ടിലി റിജിഡ് പാർട്ടിലി ഫ്ലെക്സിബിൾ ആണ് എന്ന് പറയും. അതായത് ഭാഗികമായിട്ട് ഫ്ലെക്സിബിളും ഭാഗികമായിട്ട് റിജിഡുമാണ് ഇന്ത്യൻ ഭരണഘടന. അതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ ചില ഭാഗങ്ങളൊക്കെ തിരുത്തുന്നത് വളരെ എളുപ്പമാണ്. അതായത് പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ചില ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് തിരുത്തിയെടുക്കാനായിട്ട് പറ്റും, ഭേദഗതി വരുത്താൻ പറ്റും. എന്നാൽ മറ്റു ചില ഭാഗങ്ങൾ അതുപോലെ തിരുത്താനായിട്ട് കഴിയത്തില്ല. അതായത് പാർലമെന്റിന്റെ 2/3 ഭൂരിപക്ഷം വേണ്ടിവരും. ചിലപ്പോൾ അതിനു പുറമെ മറ്റ് സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം കൂടി വേണ്ടിവരും. അപ്പോൾ അങ്ങനെ ചില ഭാഗങ്ങൾ തിരുത്തുന്നതിന് വളരെ പ്രയാസവുമാണ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ എങ്ങനെ നിർവചിക്കാം എന്ന് ചോദിച്ചാൽ അത് പാർട്ടിലി റിജിഡ് പാർട്ടിലി ഫ്ലെക്സിബിൾ ആണ് എന്ന് നമുക്ക് പറയാം. അതായത് നൈദർ റിജിഡ് നോർ ഫ്ലെക്സിബിൾ എന്നുള്ളതിന് പകരം കുറച്ചുകൂടി ഏറ്റവും യോജ്യമായിട്ടുള്ള വാക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് പാർട്ടിലി റിജിഡ് പാർട്ടിലി ഫ്ലെക്സിബിൾ എന്ന് പറയാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ഭാഗത്തോട്ടാണ് വരേണ്ടത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അതിന് എത്ര ഭാഗങ്ങളുണ്ട്? 22 ഭാഗങ്ങളുണ്ട് അല്ലെ? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 22 ഭാഗങ്ങളുണ്ട് അത് നിലവിൽ വരുന്ന സമയത്ത്. പക്ഷേ ഇന്ന് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എത്ര ഭാഗങ്ങളുണ്ട്? 25 ഭാഗങ്ങളുണ്ട്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അതിന് എത്ര ഭാഗങ്ങളാണുള്ളത്? 22 ഭാഗങ്ങൾ. പക്ഷേ ഇന്ന് അതിന് എത്ര ഭാഗങ്ങളുണ്ട്? 25 ഭാഗങ്ങളുണ്ട്. അതിലെ ആദ്യ ഭാഗം അഥവാ പാർട്ട്. അപ്പൊ ഭരണഘടനയുടെ ആദ്യ ഭാഗം പാർട്ട് 1. പാർട്ട് 1 കണ്ടന്റ് എന്താണ്? നിങ്ങൾക്കറിയാം, ചില ഭാഗത്ത് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയും, ചില ഭാഗത്ത് മൗലിക കടമകളെ കുറിച്ച് പറയും, ചില ഭാഗത്ത് ഏതിനെ കുറിച്ച് പറയും? പൗരത്വത്തെ കുറിച്ച് പറയും, ചില ഭാഗത്ത് യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ച് പറയും. അതുപോലെ ഭരണഘടനയുടെ പാർട്ട് 1 കണ്ടന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിലെ പ്രദേശങ്ങളെ കുറിച്ചുമാണ്. ഭരണഘടനയിലെ ഭാഗം 1 പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് എന്നുള്ളതാണ്. അപ്പോൾ ഭാഗം 1 പ്രതിപാദ്യ വിഷയം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഭരണഘടനയിലെ ഭാഗം 1, ഭരണഘടനയിലെ ഭാഗം 1 1 മുതൽ 4 വരെ വകുപ്പ്. ആ 1 മുതൽ 4 വരെയുള്ള വകുപ്പുകളിൽ പ്രതിപാദിക്കപ്പെടുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ എന്തിനെ കുറിച്ചാണ്? ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിലെ പ്രദേശങ്ങളെ കുറിച്ചുമാണ് അല്ലെ? നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് 28 സംസ്ഥാനങ്ങളുണ്ട്, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് അല്ലെ? അപ്പോൾ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിലെ പ്രദേശങ്ങളെ കുറിച്ചുമാണ് ഭരണഘടനയിലെ ഭാഗം 1 പ്രതിപാദിക്കുന്നത്. ഭരണഘടനയിലെ ആദ്യത്തെ വകുപ്പ് നിങ്ങൾക്കറിയാം, ഭരണഘടന വരുന്ന സമയത്ത് 395 ആർട്ടിക്കിളാണ്. ഇന്ന് 470ഓളം വകുപ്പുകൾ, ആർട്ടിക്കിൾസ് ഏതിനകത്തുണ്ട്? നമ്മുടെ ഭരണഘടനയിലുണ്ട്. നമ്മുടെ ഭരണഘടനയിലെ ആദ്യത്തെ വകുപ്പിൽ പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെ? അപ്പൊ ഭരണഘടനയിലെ വകുപ്പ് 1 പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ് എന്നുള്ളതാണ് അല്ലെ? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ പറഞ്ഞ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യ എന്നുള്ള പേര്, ഭാരതം എന്നുള്ള പേര്, ഇതിൽ ഏത് പേരിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല. 2 പേരിനും നമ്മുടെ ഭരണഘടന തുല്യ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ അഥവാ ഭാരതം. അടുത്തത് എന്താണ് പറഞ്ഞത്? ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ് അല്ലെ? നമ്മൾ പൊതുവെ പറയാറുണ്ട്
പല രാജ്യങ്ങളുടെയും ഭരണ സംവിധാനത്തിനെ വിലയിരുത്തിക്കൊണ്ട് പറയാറുണ്ട് ആ രാജ്യത്ത് ഒരു ഫെഡറൽ ഭരണ സംവിധാനമാണ് ഉള്ളതെന്ന് പറയാറുണ്ട്, അവിടെ ഒരു കോസി ഫെഡറൽ ഭരണ സംവിധാനമാണ് ഉള്ളതെന്ന് പറയാറുണ്ട്, അതുപോലെ അവിടെ ഒരു യൂണിറ്ററി ഭരണ സംവിധാനമാണ് ഉള്ളതെന്ന് പറയാറുണ്ട്. ഇപ്പൊ യൂണിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാത്മക സ്വഭാവമുള്ള ഭരണ സംവിധാനം, എല്ലാ അധികാരങ്ങളും ഒന്നിൽ കേന്ദ്രീകരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് എങ്കിൽ നമ്മൾ ഏകാത്മക സ്വഭാവമുള്ള ഭരണ സംവിധാനം എന്ന് പറയും. ഇപ്പോൾ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം, ബ്രിട്ടനിലുള്ളത് യൂണിറ്ററി ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ്. അതായത് അവിടെ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്, ആ ഗവൺമെന്റ് തന്നെ ആ രാജ്യം മൊത്തം എന്ത് ചെയ്യുന്നു, ഭരിക്കുന്നു. പക്ഷേ അമേരിക്കയുടെ കാര്യം അങ്ങനെയല്ല. അമേരിക്കയുടെ ഭരണ സംവിധാനത്തിന് നമ്മൾ ഫെഡറലിസം എന്നാണ് പറയുന്നത്. അവിടെ എന്തുണ്ട്, കേന്ദ്രത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്, കേന്ദ്രത്തിൽ ഒരു പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങളുടേതായിട്ടുള്ള ഭരണ സംവിധാനമുണ്ട്, സംസ്ഥാനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള എല്ലാ അധികാരങ്ങളും എല്ലാ സ്വാതന്ത്ര്യവും ആ രാജ്യത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭരണ സംവിധാനത്തെ നമ്മൾ പറയുന്നത് ഫെഡറൽ സംവിധാനം എന്നാണ്. അതായത് അവിടെ പ്രസിഡന്റ് ട്രംപ് ഇരുന്ന് രാജ്യം മുഴുക്കുകയും ഭരിക്കുകയല്ല, ചില കാര്യങ്ങളിൽ മാത്രമേ പ്രസിഡന്റ് ട്രംപിന് ആ അധികാരമുള്ളൂ. പക്ഷെ സംസ്ഥാനങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുള്ള അധികാരം അതാത് സംസ്ഥാനങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനത്തെ നമ്മൾ പറയുന്നതാണ് ഫെഡറൽ ഭരണ സംവിധാനം. അതേസമയം ബ്രിട്ടനിൽ കണ്ടതുപോലെ എല്ലാം അടക്കി ഭരിക്കുന്ന ആ ഒരു രീതിയെ പറയുന്നത് എന്താണ്, യൂണിറ്ററി അഥവാ ഏകാത്മക ഭരണ സംവിധാനം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യ എത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലുള്ളത് ഫെഡറൽ ഭരണ സംവിധാനമാണ്, അല്ലെങ്കിൽ കോസി ഫെഡറൽ ഭരണ സംവിധാനമാണ്, അല്ലെങ്കിൽ യൂണിറ്ററി ഭരണ സംവിധാനമാണ് എന്നൊന്നും നമ്മുടെ ഭരണഘടന പറയുന്നില്ല. അവിടെ ഭരണഘടനയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഫെഡറൽ എന്ന് പറഞ്ഞോ ഇല്ല, കോസി ഫെഡറൽ എന്ന് പറഞ്ഞോ ഇല്ല, യൂണിറ്ററി എന്ന് പറഞ്ഞോ ഇല്ല. അതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. നമ്മുടെ ഭരണഘടനയിൽ ആബ്സെന്റ് ആയിട്ടുള്ള വാക്കാണ് ഏത്, ഫെഡറൽ. ഫെഡറൽ എന്നുള്ള വാക്ക് നമ്മുടെ ഭരണഘടനയിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അതിനെ സ്വയം വിശേഷിപ്പിക്കുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഫെഡറൽ എന്നല്ല, കോസി ഫെഡറൽ എന്നല്ല, പിന്നെ എന്നല്ല, യൂണിറ്ററി എന്നല്ല, അല്ലെ? പക്ഷെ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ രാജ്യത്ത് ഒരു ഫെഡറലിസം ഉണ്ട്. ഒരു സമാധാനപരമായിട്ടുള്ള കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് യുദ്ധങ്ങളില്ല, ആഭ്യന്തര പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങളുടേതായിട്ടുള്ള ഒരു ഭരണ സംവിധാനമുണ്ട്. നമ്മുടെ സംസ്ഥാനം ഇവിടെ ഈ പറഞ്ഞ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട്, ഗവൺമെന്റ് ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു, ഈ സംസ്ഥാനത്തിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് അവരെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ ഈ പറഞ്ഞ 28 സംസ്ഥാനങ്ങളിലും കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ ഈ സമാധാന കാലഘട്ടത്തിൽ നമ്മൾ അമേരിക്കയിലുള്ളത് പോലെ തന്നെ ഇവിടെ എങ്ങനെയാണ്, ഒരു ഫെഡറൽ സമ്പ്രദായമാണ്. പക്ഷെ ഈ ഫെഡറൽ സമ്പ്രദായം എപ്പോഴും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാര്യം, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ യുദ്ധമോ ആഭ്യന്തരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു എന്ന് വിചാരിച്ചോ, രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അധികാരങ്ങളെല്ലാം ഒന്നിലോട്ട് കേന്ദ്രീകരിക്കും. ആരിലോട്ടാണ്, പ്രസിഡന്റിലോട്ട് കേന്ദ്രീകരിക്കും. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങളുടേതായിട്ടുള്ള അധികാരം ആ സമയത്തുണ്ടായിരിക്കത്തില്ല. മൊത്തം അധികാരവും എവിടോട്ട് കേന്ദ്രീകരിക്കുന്നു, ഒന്നിലോട്ട് കേന്ദ്രീകരിക്കുന്നു. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ബ്രിട്ടനെ പോലുള്ള ഒരു സംവിധാനമായിട്ട് മാറുന്നു. രാജ്യം യൂണിറ്ററി ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിലോട്ട് ആ സമയത്ത് മാറുന്നു. എപ്പോഴാണ്, അടിയന്തരാവസ്ഥ സമയത്ത്. അല്ലാത്ത സമയത്ത് അമേരിക്കയിലുള്ളതുപോലെ ഒരു ഫെഡറൽ രീതിയിലോട്ട് ഇന്ത്യ പ്രവർത്തിച്ചു പോകുന്നു, അല്ലെ? ഇപ്പോൾ ആ ഒരു സാഹചര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ത്യ ഫെഡറൽ ആണോ എന്ന് ചോദിച്ചാൽ, യൂണിറ്ററി ആണോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ആര് പറയുന്നില്ല, ഭരണഘടന പറയുന്നില്ല. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭരണ സംവിധാനത്തെ, നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്തിട്ടുള്ള ആ ഭരണ സംവിധാനത്തെ പൊതുവിൽ നോക്കിക്കൊണ്ട് ഓരോ ഭരണഘടനാ വിദഗ്ധരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്, ഇന്ത്യൻ ഭരണഘടനയെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണ സംവിധാനത്തെ കോസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ത്യൻ ഭരണ സംവിധാനത്തെ കോസി ഫെഡറൽ അല്ലെ എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് കെ സി വെയർ എന്ന് പറയുന്ന ആളാണ്.
ഇന്ത്യൻ ഭരണ സംവിധാനത്തെ കോസി ഫെഡറൽ അല്ലെ. കോസി എന്നുള്ള വാക്ക് അതൊരു ലാറ്റിൻ വാക്കാണ്. ആ ലാറ്റിൻ വാക്കിന്റെ അർത്ഥം പകുതി എന്നാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണ സംവിധാനത്തെ അർദ്ധ ഫെഡറൽ സമ്പ്രദായം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KC വെയർ ആണ് അല്ലെ. ഭരണഘടന അങ്ങനെ പറഞ്ഞിട്ടില്ല. ഭരണഘടന യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ ഭരണ സംവിധാനത്തെ ദൂരെ നിന്ന് നോക്കിക്കണ്ട് വിലയിരുത്തുമ്പോൾ ഓരോരുത്തർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നു. അതിൽ KC വെയറുടെ അഭിപ്രായം പലപ്പോഴും അർത്ഥവത്തായിട്ട് ഇന്ത്യയുടെ കാര്യത്തിൽ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുമുണ്ട്. അപ്പൊ ഇന്ത്യൻ ഭരണ സംവിധാനത്തെ കോസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് KC വെയർ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരാൾ പറഞ്ഞ ഒരു കാര്യം നോക്കാം. ഇന്ത്യൻ ഫെഡറലിസത്തെ സഹകരണ ഫെഡറലിസം, കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഗ്രാൻഡ് വില്ലി ഓസ്റ്റിൻ എന്ന് പറയുന്ന ആളാണ്. ആരാണ്? ഗ്രാൻഡ് വില്ലി ഓസ്റ്റിൻ അല്ലെ. കോഓപ്പറേറ്റീവ് ഫെഡറലിസം. നിങ്ങൾ നീതി ആയോഗിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നീതി ആയോഗിന്റെ ധർമ്മം, നീതി ആയോഗിന്റെ ഈ പറഞ്ഞ പ്രവർത്തനത്തിനകത്തുള്ള ഒരു കാര്യമാണ്, ഒരു ധർമ്മമാണ് എന്ത്? സഹകരണ ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. ഒറ്റയ്ക്ക് നമുക്കൊരു നിലനിൽപ്പില്ല. സംസ്ഥാനമായാലും കേന്ദ്രത്തിനായാലും പരസ്പര സഹകരണത്തിലൂടെ മാത്രമേ മുമ്പോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ സഹകരണ ഫെഡറലിസമാണ് ഇന്ത്യയിലുള്ളത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ ഗ്രാൻഡ് വില്ലി ഓസ്റ്റിൻ ആണ്. കുറച്ചുകൂടി നല്ലൊരു പോയിന്റ് ആണ്. അത് ഒരുപാട് ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ടേമുമാണ്. ഏതാണ്? സഹകരണ ഫെഡറലിസം. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഫെഡറലിസത്തെ ബാർഗെയിനിങ് ഫെഡറലിസം, ഇന്ത്യൻ ഫെഡറലിസത്തെ ബാർഗെയിനിങ് ഫെഡറലിസം, വിലപേശൽ ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ മോറിസ് ജോൺ ആണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ബജറ്റിൽ കേരളത്തിന് ആവശ്യത്തിന് ഫണ്ട് കിട്ടിയില്ല, കേരളത്തെ തഴഞ്ഞു, കുറച്ചുകൂടി കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ് എന്ന് ഫണ്ടിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് കുറച്ചുകൂടി അധികാരങ്ങൾ വേണം എന്നുള്ള കാര്യത്തിൽ അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എപ്പോഴും ഈ പറഞ്ഞൊരു വിലപേശൽ ഇന്ത്യൻ ഫെഡറലിസത്തിനകത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫെഡറലിസത്തെ വിലപേശൽ ഫെഡറലിസം അഥവാ ബാർഗെയിനിങ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ച ആരും ചോദിച്ചാൽ അത് മോറിസ് ജോൺസ് ആണ്. ആരാണ്? മോറിസ് ജോൺസ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരാൾ പറഞ്ഞത് ശക്തമായിട്ടുള്ള കേന്ദ്രീകൃത സ്വഭാവമുള്ള ഒരു ഫെഡറലിസമാണ് ഇന്ത്യക്കുള്ളത്. ശക്തമായിട്ടുള്ള കേന്ദ്രീകൃത സ്വഭാവമുള്ള ഒരു ഫെഡറലിസം. ഇവിടെ ഫെഡറലിസം ഉണ്ട്, പക്ഷേ അതിന് ശക്തമായിട്ടുള്ള ഒരു സെൻട്രൽ ഉണ്ട്. അതായത് ഈ പറഞ്ഞ ഫെഡറലിസം വിത്ത് സ്ട്രോങ് സെൻട്രലൈസ്ഡ് ടെൻഡൻസി, ശക്തമായിട്ടുള്ള കേന്ദ്രീകൃത സ്വഭാവത്തോടു കൂടിയുള്ള ഒരു ഫെഡറലിസം എന്ന് ഇന്ത്യൻ ഫെഡറലിസത്തെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഐവർ ജെന്നിങ്സ് എന്ന് പറയുന്ന ആളാണ്. ആരാണ്? ഐവർ ജെന്നിങ്സ്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ഭരണ സംവിധാനത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? സംസ്ഥാനങ്ങളുടെ കൂട്ടം എന്നുള്ളൊരു വാക്കിനകത്ത് ഒതുക്കി. പക്ഷെ പല ഭരണഘടനാ വിദഗ്ധരും പല രീതിയിൽ ഇന്ത്യയിലെ ഫെഡറലിസത്തെ നിർവഹിച്ചിട്ടുണ്ട്. അതിൽ KC വെയർ പറഞ്ഞതാണ് ഏത് പേരിൽ? കോസി ഫെഡറൽ അല്ലെ. കോസി ഫെഡറൽ. ഐവർ ജെന്നിങ്സ് പറഞ്ഞ എന്താണ്? ശക്തമായിട്ടുള്ള കേന്ദ്രീകൃത സ്വഭാവമുള്ള ഒരു ഫെഡറലിസമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. വിലപേശൽ ഫെഡറലിസം, ബാർഗെയിനിങ് ഫെഡറലിസം ആണെന്ന് ആര് പറഞ്ഞു? മോറിസ് ജോൺ പറഞ്ഞു. ഗ്രാൻഡ് വില്ലി ഓസ്റ്റിൻ പറഞ്ഞത് ഇന്ത്യയിലുള്ള ഫെഡറലിസം കോഓപ്പറേറ്റീവ് ഫെഡറലിസം ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അറിഞ്ഞു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഭാഗം 1. ഭാഗം 1 എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിലെ പ്രദേശങ്ങളെ കുറിച്ചും. അതിലെ ആദ്യത്തെ വകുപ്പ് നമ്മൾ പറഞ്ഞു ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇനി അത് കഴിഞ്ഞിട്ട് അതിലെ രണ്ടാമത്തെ വകുപ്പ് കൂടി ഒന്ന് പരിചയപ്പെട്ട് വയ്ക്കണം. നമ്മുടെ സിലബസിൽ അതൊന്നും പഠിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പൊ അത് സോൾവ് ചെയ്യണമെങ്കിൽ ചില അറിവ് നിങ്ങൾക്ക് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഇതിനകത്ത് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ വകുപ്പ് 2 ഭരണഘടനയിലെ രണ്ടാമത്തെ വകുപ്പിൽ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെ കുറിച്ചാണ്. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെ കുറിച്ചാണ് അല്ലെ. ഈ അടുത്ത കാലത്ത് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം രണ്ടായിട്ട് മുറിഞ്ഞ് 2 സംസ്ഥാനങ്ങളായി.
ആന്ധ്രാപ്രദേശും തെലങ്കാനയും. എന്തായിരിക്കും അതിനകത്ത് നടന്ന കാര്യങ്ങൾ? ആദ്യം ആന്ധ്രാപ്രദേശിന്റെ ആ നിയമസഭ തീരുമാനിക്കുന്നു, നമുക്ക് വിഭജിക്കാം, നമുക്ക് രണ്ടായി മുറിയാം. അപ്പോൾ നിയമസഭ തീരുമാനിക്കുന്നു 2 സംസ്ഥാനങ്ങളായിട്ട് മാറാമെന്ന്. ആ സംസ്ഥാന നിയമസഭ തീരുമാനിക്കുന്നു. അവരുടെ തീരുമാനം പാർലമെന്റിനെ അറിയിക്കുന്നു. അപ്പോൾ അവരുടെ തീരുമാനം പാർലമെന്റിനെ അറിയിച്ച സ്ഥിതിക്ക് ഇനി പാർലമെന്റിന് വേറെ തർക്കമൊന്നുമില്ല. 2 സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നു? രൂപീകരിക്കുന്നു. അവരുടെ തീരുമാനത്തെ പാർലമെന്റ് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് 2 സംസ്ഥാനങ്ങളുടെ രൂപീകരണം എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ പാർലമെന്റ് അംഗീകരിക്കുന്നു, അതായത് സഭ പാസ്സാക്കുന്നു. അതിന് പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം മതി. അപ്പൊ അവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏത് എന്ന് ചോദിക്കും. വകുപ്പ് 2 അതിനകത്തുള്ള നടപടിക്രമങ്ങളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, അതാത് നിയമസഭകൾ എന്ത് ചെയ്യണം? ആ പറഞ്ഞ കാര്യം അംഗീകരിക്കണം. അംഗീകരിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിനെ അറിയിക്കുന്ന പക്ഷം പാർലമെന്റ് അതിന് അംഗീകാരം കൊടുക്കും. അതിന് കേവല ഭൂരിപക്ഷം മതി. നേരത്തെ പറഞ്ഞതുപോലെ സങ്കീർണമായിട്ടുള്ള കാര്യമൊന്നുമല്ല, 3/2 ഭൂരിപക്ഷത്തിന്റെ ആവശ്യമൊന്നുമില്ല. പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം ഉണ്ട് എങ്കിൽ പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം നടക്കും. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ചു വെക്കുക. അപ്പോൾ പാർട്ട് 1 കുറിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ആ കാര്യങ്ങൾ അതിൻ്റെ ഒരു ബേസ് ആണ്. അത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയണം. ഇനി നമുക്ക് പാർട്ട് 2 വരാം. പാർട്ട് 2 പഠിച്ചുകൊണ്ട് വരാനായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് ഈ പറഞ്ഞ PSC പരീക്ഷയാവട്ടെ, പാർട്ട് 2 പഠിക്കാനുള്ളതാണ്. പാർട്ട് 2 കണ്ടന്റ് എന്താണ്? പാർട്ട് 1 നമ്മൾ പറഞ്ഞു ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്, അതായിരുന്നു അതിനകത്തുള്ള പ്രതിപാദ്യ വിഷയം. അങ്ങനെയാണെങ്കിൽ പാർട്ട് 2 പ്രതിപാദ്യ വിഷയം എന്ത്? പാർട്ട് 2 പൗരത്വത്തെ കുറിച്ച് പറയുന്നത്, സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് പാർട്ട് 2. അവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പാർട്ട് 2 ഏത് മുതൽ ഏത് വരെ വകുപ്പുകളാണുള്ളത്? 1 മുതൽ 4 വരെയുള്ള വകുപ്പ് പാർട്ട് 1 അപ്പോൾ പാർട്ട് 2 തുടക്കം ഏത് വകുപ്പിലായിരിക്കും? 5, വകുപ്പ് 5. 5 മുതൽ 11 വരെ വകുപ്പ്. ഇന്ത്യൻ ഭരണഘടനയിൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളിൽ പ്രതിപാദിക്കുന്നത് എന്താണ് എന്ന് എത്രയോ പരീക്ഷകൾക്ക് ചോദിച്ചിരിക്കുന്നു. എന്താണ്? പൗരത്വം. അപ്പോൾ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 2. ഇനി അത് കഴിഞ്ഞിട്ട് പൗരത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വകുപ്പുകൾ 5 മുതൽ 11 വരെ. ഇനി അവിടെ അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ പൗരത്വം ഏത് തരം പൗരത്വമാണ്? ഇന്ത്യയിലെ പൗരത്വം ഏത് തരം പൗരത്വമാണ് എന്ന് ചോദിച്ചാൽ ഏക പൗരത്വമാണ്. ഇന്ത്യ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പൗരത്വ രീതി ഏതാണെന്ന് ചോദിച്ചാൽ ഏക പൗരത്വ രീതിയാണ്, അഥവാ സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. അല്ലെ, സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. അവിടെ വരുന്ന വേറൊരു ചോദ്യം, ഇന്ത്യയിലെ പൗരത്വ രീതി കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഇന്ത്യയിൽ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പൗരത്വ രീതിക്ക് കടപ്പാട് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയോടാണ് എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ഭരണഘടനയോടാണ്. അല്ലെ, ചില രാജ്യങ്ങളിൽ ഇരട്ട പൗരത്വ രീതിയുണ്ട്. അല്ലെ, ഡുവൽ സിറ്റിസൺഷിപ്പ്, ഇരട്ട പൗരത്വ രീതി അനുവർത്തിക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. അതിന് നല്ലൊരു എക്സാമ്പിൾ ആണ് ഏത്? USA. അല്ലെ, നേരത്തെ പറഞ്ഞു ഫെഡറലിസം, അതിന് ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് USA. അതുപോലെ തന്നെ ഇരട്ട പൗരത്വത്തിന് ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്ന ഒരു രാജ്യമാണ് USA. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളത് ഇരട്ട പൗരത്വ രീതിയല്ല, നമ്മുടെ നാട്ടിലുള്ളത് ഏക പൗരത്വ രീതിയാണ്. ആ ഏക പൗരത്വ രീതിക്ക് കടപ്പാട് ബ്രിട്ടീഷ് ഭരണഘടനയോടാണ്. നേരത്തെ നമ്മൾ ഫെഡറലിസത്തെ കുറിച്ച് പറഞ്ഞു. പാർട്ട് 1 ഫെഡറലിസവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ഇന്ത്യയിലെ ഫെഡറലിസം, ആ ഫെഡറലിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കടപ്പാട് ഏത് ഭരണഘടനയോടാണ് എന്ന് ചോദിച്ചാൽ കനേഡിയൻ ഭരണഘടനയോടാണ്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഫെഡറലിസം, ആ ഫെഡറലിസത്തിന്റെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ഏത് ഭരണഘടനയിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ അത് കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് എന്ന് പറയണം. എന്നാൽ ഇന്ത്യയിലെ ഫെഡറലിസത്തിന് കാരണമായിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഏത്?
ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഏത് എന്ന് ചോദിച്ചാൽ അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യയിലെ ഫെഡറലിസത്തിന് കടപ്പാട് ഏത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ് എന്ന് ചോദിച്ചാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ്. ഏത് ഭരണഘടനയോടാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന് കടപ്പാട് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഉത്തരം എന്ന് പറയുന്നത് കനേഡിയൻ ഭരണഘടന. അതുപോലെ ഇന്ത്യയിലെ പൗരത്വ രീതി കടപ്പാട് ബ്രിട്ടീഷ് ഭരണഘടനയോടാണ്. അപ്പൊ ഇന്ത്യയിലുള്ള പൗരത്വ രീതി എങ്ങനെയുള്ള പൗരത്വമാണ്? ഏക പൗരത്വ രീതിയാണ്. പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യമാണ്. അതായത് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിലെ ഈ പറഞ്ഞ ഭരണ വിഷയങ്ങളെ പ്രധാനമായിട്ട് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന് പൂർണ്ണ അധികാരമുള്ളവ, അതാണ് യൂണിയൻ ലിസ്റ്റ് എന്നറിയപ്പെടുന്നത്. അതുപോലെ സംസ്ഥാന ഗവൺമെന്റിന് പൂർണ്ണ അധികാരമുള്ളവ, അതിനെ നമ്മൾ പറയും സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയും. ഇനി അത് കഴിഞ്ഞിട്ട് 2 കൂട്ടർക്കും തുല്യ അധികാരമുള്ളവ, അതിനെ നമ്മൾ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയും. അങ്ങനെയുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങളാണ്. അപ്പൊ ഇവിടെ പൗരത്വം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണ സംവിധാനം അനുസരിച്ച് ഏത് ലിസ്റ്റിലാണ് എന്ന് ചോദിച്ചാൽ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന സബ്ജക്റ്റ് ആണ് ഏത്? പൗരത്വം. അതിനകത്ത് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അല്ലെ? പൗരത്വ സംബന്ധമായ കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് റോളില്ല. അപ്പൊ പറഞ്ഞു 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളിലാണ് ഏതിനെ കുറിച്ച് പറയുന്നത്? പൗരത്വത്തെ കുറിച്ച് പറയുന്നത്. 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളിലാണ്. അവിടെ വകുപ്പുകൾ ഞാൻ പറയാം. 5-ാമത്തെ വകുപ്പ്, 6, 7, 8 ഇത്രയും വകുപ്പുകൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ പറഞ്ഞ വകുപ്പുകൾക്ക് ഇപ്പോൾ ഒരു പ്രസക്തിയുമില്ല. പൗരത്വത്തിന്റെ കാര്യം നമ്മുടെ ഭരണഘടനയിൽ വളരെ കുറച്ച് കാര്യങ്ങളെ പൗരത്വവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളൂ. കാരണം ഭരണഘടന വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നവർ, ഇവിടെ നിന്ന് ഓടി പാകിസ്ഥാനിൽ പോയവർ, പിന്നീട് തിരിച്ച് ഇങ്ങോട്ട് വന്നവർ, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് വിദേശത്ത് ആയിട്ടുള്ള ഇന്ത്യക്കാർ, അവരുടെ പൗരത്വം സംബന്ധിച്ച് അതിലൊക്കെ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളതായിരുന്നു ശരിക്കും പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അന്നത്തെ ജോലി. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ഇന്ത്യൻ പാർലമെന്റിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന പൗരത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അത് ആ ഭരണഘടന നിലവിൽ വരുന്ന സമയത്തുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ബാക്കി കാര്യങ്ങളെല്ലാം ആർക്ക് വിട്ടുകൊടുത്തു? വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പാർലമെന്റ്, ആ പാർലമെന്റ് എന്ത് ചെയ്യണം? പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കിക്കോണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൗരത്വം എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പഠിക്കാനില്ല. 5, 6, 7, 8 വകുപ്പുകൾ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു റെലവൻസും ഇല്ല. പിന്നെയുള്ളത് 9, 10, 11 നിങ്ങൾ ആ ഭാഗത്ത് ബൈ ഹാർട്ട് ചെയ്യേണ്ട വകുപ്പുകൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 9, ആർട്ടിക്കിൾ 10, ആർട്ടിക്കിൾ 11. അതിൽ ആർട്ടിക്കിൾ 9 പറയുന്ന കാര്യം എന്താണ്? ആർട്ടിക്കിൾ 9 പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ രാജ്യത്തെ പൗരനായിരിക്കുകയും വേറൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുകയും ചെയ്താൽ ആ നിമിഷം നിങ്ങളുടെ പൗരത്വം റദ്ദാവും. ഇവിടെ പൗരനായിരിക്കുന്ന നിങ്ങൾ വേറൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചാൽ നിങ്ങളുടെ പൗരത്വം ആ നിമിഷം റദ്ദാവും എന്നാണ് ഏത് വകുപ്പ് പറയുന്നത്? വകുപ്പ് 9 പറയുന്നത്, അല്ലെ? അപ്പൊ ഈ രാജ്യത്തെ പൗരനായിരിക്കുന്ന ഒരാള് വേറൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുന്ന മാത്രയിൽ അയാളുടെ പൗരത്വം നഷ്ടപ്പെടും എന്നാണ് വകുപ്പ് 9 പറയുന്നത്. വകുപ്പ് 10 പറയുന്ന കാര്യം എന്താണ്? ആർട്ടിക്കിൾ 10 പറയുന്ന കാര്യം പൗരത്വവുമായി ബന്ധപ്പെട്ട, അതായത് പൗരത്വ നിഷേധം ഉൾപ്പെടെ പൗരത്വം നൽകൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. പൗരത്വം റദ്ദ് ചെയ്യുക, പൗരത്വം നൽകുക പോലുള്ള അധികാരങ്ങൾ കേന്ദ്ര സർക്കാരിനാണ് എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 10. പൗരത്വം നൽകുക, പൗരത്വം റദ്ദാക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്നത് ആരുടെ അധികാരമാണ്? കേന്ദ്ര സർക്കാരിന്റെ അധികാരമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇത് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വകുപ്പ് 11 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വകുപ്പാണ്. ഈ 11-ാമത്തെ വകുപ്പിലാണ് പറയുന്നത്
പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം പാർലമെന്റിനാണ്. പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അധികാരം പാർലമെന്റിനാണ് എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? വകുപ്പ് 11. അപ്പൊ ഞാൻ 3 വകുപ്പേ പറഞ്ഞുള്ളൂ. ആ 3 വകുപ്പ് നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയണം. ഇപ്പോ ഒരു വിദേശ പൗരൻ നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മൾ ഇന്ത്യൻ പൗരനുമാണ്. ഈ പറഞ്ഞ നമ്മുടെ എല്ലാ ആൾക്കാർക്കും, അതായത് ഒരു വിദേശ പൗരൻ ഉൾപ്പെടെ ഇന്ത്യൻ പൗരൻ ഉൾപ്പെടെ എല്ലാവർക്കും ലഭിക്കുന്ന ഈ പറഞ്ഞ സൗകര്യം എന്ന് പറയുന്നത് സമത്വമാണ്. ഒരു വിദേശ പൗരൻ ഇവിടെ ഉണ്ടെങ്കിലും ഒരു ഇന്ത്യൻ പൗരനാണ് എങ്കിലും, നമ്മളൊരു ഇന്ത്യൻ പൗരനാണ്, ഒരു വിദേശ പൗരനുണ്ട്. പക്ഷേ ഇവരെ എല്ലാവരെയും നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? തുല്യരായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ഒരു വിദേശ പൗരന് താഴെ തന്നിരിക്കുന്നതിൽ ലഭ്യമാകുന്ന വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ മൗലിക അവകാശം പഠിക്കുമല്ലോ. മൗലികാവകാശം പിന്നീട് പഠിക്കും. ആ മൗലിക അവകാശത്തിൽ സമത്വത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14. ഇന്ത്യൻ പൗരനായിരിക്കുന്ന നമുക്ക് മറ്റൊരു വിദേശ പൗരൻ ഉള്ളതിനേക്കാൾ കൂടുതൽ അവകാശങ്ങൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. ഒരു വിദേശ പൗരൻ ഇവിടെ ഉള്ളപ്പോൾ അയാൾക്കുള്ളതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം, അവകാശങ്ങൾ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഒരു വിദേശ പൗരനും ഏത് എൻജോയ് ചെയ്യാൻ പറ്റും? ആർട്ടിക്കിൾ 14 പറയുന്ന സമത്വം എൻജോയ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? ആർട്ടിക്കിൾ 14 പറയുന്ന നിയമത്തിന് മുന്നിലുള്ള സമത്വം എൻജോയ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? ഒരു വിദേശ പൗരന് പറ്റും. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു വിദേശ പൗരനും ഇന്ത്യൻ പൗരനെ പോലെ ആസ്വദിക്കാൻ പറ്റുന്നത് താഴെ പറയുന്ന ഏത് വകുപ്പ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കും. അവിടെ അതിൻ്റെ ഉത്തരം 14 അതേസമയം നമ്മുടെ ഭരണഘടനയിൽ വകുപ്പ് 15 ജാതി, മതം, കുലം എന്നിവ പരിഗണിക്കാതെ എല്ലാവരെയും തുല്യരായി കാണും എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 15. അതുപോലെ തന്നെ സമത്വം, റിസർവേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് 16ാമത്തെ വകുപ്പിലാണ്. 15, 16, പിന്നെ അത് കഴിഞ്ഞിട്ട് 19 ഒരു വ്യക്തിയുടെ 6 സ്വാതന്ത്ര്യങ്ങൾ, അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള 6 സ്വാതന്ത്ര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് 22 എന്ന് പറഞ്ഞാൽ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ 29, 30 ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടാണ്, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ്, മൗലികാവകാശങ്ങളിൽ പെട്ടതാണ്. ഈ വകുപ്പുകളിൽ പറയുന്നതൊന്നും ആർക്ക് കിട്ടത്തില്ല? ഒരു വിദേശ പൗരന് കിട്ടത്തില്ല. അപ്പോൾ ഒരു വിദേശ പൗരന് ആർട്ടിക്കിൾ 15 പറയുന്ന, 16 പറയുന്ന, 19 പറയുന്ന, 22, 29, 30 പറയുന്ന കാര്യങ്ങളൊന്നും ഒരു വിദേശ പൗരന് ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതൊരു ഇന്ത്യൻ പൗരന് മാത്രമേ ബാധകമായിട്ടുള്ളൂ. പക്ഷെ ഒരു വിദേശ പൗരനും ആർട്ടിക്കിൾ 14 ബാധകമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ആർട്ടിക്കിൾ 11 പറയുന്ന കാര്യം എന്താണ്? പൗരത്വ സംബന്ധമായ കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിനാണ് എന്ന് പറയുന്നു, അല്ലെ? അതനുസരിച്ച് പിന്നീട് പാർലമെന്റ് ഒരു നിയമം പാസാക്കി. അതാണ് ഇന്ത്യൻ പൗരത്വ നിയമം, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് അഥവാ ഇന്ത്യൻ പൗരത്വ നിയമം. അവിടെ ഒരു നല്ല ചോദ്യമുണ്ട്. ഇന്ത്യൻ പൗരത്വ നിയമം പാസാക്കിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1955 ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയത് എന്നാണ്? 1955. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഈ ഇന്ത്യൻ പൗരത്വ നിയമത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു വ്യക്തിക്ക് എത്ര തരത്തിൽ ഇന്ത്യൻ പൗരത്വം ആർജിക്കാൻ പറ്റും? നിങ്ങൾക്കറിയാം, 5 തരത്തിൽ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം ആർജിക്കാൻ പറ്റും. ഒരു വ്യക്തിക്ക് എത്ര തരത്തിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും? 3 തരത്തിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയ്ക്കകത്തല്ല. ഭരണഘടനയ്ക്കകത്ത് ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്, അല്ലെ? 5 മുതൽ 8 വരെയുള്ള വകുപ്പിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? 5 മുതൽ 8 വരെയുള്ള വകുപ്പിനകത്ത് പറഞ്ഞത് പാകിസ്ഥാനിൽ നിന്ന് ഇവിടോട്ട് വന്നവരുടെ പൗരത്വം, ഇവിടെ നിന്ന് പാകിസ്ഥാനിലോട്ട് പോയി പിന്നെ തിരിച്ചു വന്നവരുടെ പൗരത്വം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ പൗരത്വം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് 5 മുതൽ 8 വരെ പറഞ്ഞത്. 9, 10, 11 എന്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പൊ അവിടെ ഒന്നും ഏതിനെ കുറിച്ച് പറയുന്നില്ല. ഒരു വ്യക്തിക്ക് ഏതെല്ലാം തരത്തിൽ പൗരത്വം കിട്ടുമെന്നോ
കിട്ടുമെന്നോ ഏതെല്ലാം തരത്തിൽ പൗരത്വം നഷ്ടപ്പെടുമെന്നോ എവിടെ പറഞ്ഞിട്ടില്ല. ഈ ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ആർട്ടിക്കിൾ 11 പറഞ്ഞ കാര്യം എന്താണ്? പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കാനും അങ്ങനെയുള്ള നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരമൊക്കെ പാർലമെന്റിന് ഞങ്ങൾ വിട്ടുകൊടുക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ 1955 ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടാക്കിയ പൗരത്വ നിയമത്തിലാണ് എത്ര തരത്തിൽ പൗരത്വം ആർജിക്കാം, എത്ര തരത്തിൽ പൗരത്വം നഷ്ടപ്പെടും പോലുള്ള നിയമങ്ങളൊക്കെ പിന്നീട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് എത്ര തരത്തിൽ പൗരത്വം ആർജിക്കാം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, 5 തരത്തിൽ പൗരത്വം ആർജിക്കാം. ഒന്നെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയതുപോലുള്ള പൗരത്വം. ഇന്ത്യക്കാരനായ അച്ഛൻ്റെയും അമ്മയുടെയും മകളായി നമ്മൾ ഇന്ത്യയിൽ തന്നെ ജനിച്ചു, അല്ലെ? ബൈ ബർത്ത് നമ്മൾ എന്താണ്? ഇന്ത്യൻ സിറ്റിസൺ ആണ്, അല്ലെ? ജന്മം കൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ പൗരനാണ്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള പൗരത്വം എന്ന് പറയുന്നത് ബൈ ബർത്ത് ആണ്. അതിനെ നമ്മൾ പറയും ജന്മസിദ്ധ പൗരത്വം. അപ്പൊ 5 തരത്തിൽ പൗരത്വം ഒരാൾക്ക് കിട്ടാം, അല്ലെ? അപ്പൊ അതിൽ നമുക്ക് കിട്ടിയ പൗരത്വം എങ്ങനെയുള്ളതാണ്? ജന്മസിദ്ധ പൗരത്വമാണ്. ഇനി ചിലപ്പോ ഈ പറഞ്ഞ പൗരത്വത്തിന് അയാളുടെ ഈ പറഞ്ഞ അച്ഛൻ്റെ അമ്മയുടെ വേരുകൾ കൂടി പരിശോധിക്കേണ്ട സാഹചര്യം വരും. അച്ഛനും അമ്മയും ഒക്കെ ഇന്ത്യക്കാരാണോ എന്ന് പരിശോധിക്കേണ്ട സാഹചര്യമൊക്കെ വരും. കുഞ്ഞ് ജനിച്ചത് വേറൊരു രാജ്യത്തായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും കുഞ്ഞിന്റെ ഈ പറഞ്ഞ പാരമ്പര്യമൊക്കെ നോക്കേണ്ട സാഹചര്യമൊക്കെ വരാം. അതായത് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, അതായത് ഈ പറഞ്ഞ സിറ്റിസൺഷിപ്പ് ബൈ ഡിസെന്റ്, അതായത് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, അല്ലെ? അപ്പോ ജന്മസിദ്ധമായിട്ടുള്ള പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. അടുത്തത് ശ്രദ്ധിക്കണം, രജിസ്ട്രേഷനിലൂടെയുള്ള പൗരത്വം. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്. 5 തരത്തിൽ പൗരത്വം ആർജിക്കാം. ആദ്യത്തെ 2 കാര്യങ്ങളിലും വലിയ കാര്യങ്ങളില്ല. ജന്മസിദ്ധമായിട്ടുള്ള പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. മൂന്നാമത്തത് ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് രജിസ്ട്രേഷനിലൂടെയുള്ള പൗരത്വം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രജിസ്ട്രേഷനിലൂടെയുള്ള പൗരത്വം ആരെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു ഇന്ത്യൻ വംശജനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഏത്? രജിസ്ട്രേഷൻ. ഇന്ത്യൻ വംശജൻ, അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് അറിയാം അജയ് ബാങ്ക ആരാണ്? ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ആണ്. ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അജയ് ബാങ്ക ശരിക്കും ഇന്ത്യൻ വംശജനാണ്. പക്ഷെ അയാൾ ഇപ്പോൾ അമേരിക്കൻ പൗരനാണ്, അല്ലെ? സുന്ദർ പിച്ചെ ഗൂഗിളിന്റെ സിഇഒ ആണ്. ശരിക്കും അയാൾ ഇന്ത്യൻ വംശജനാണ്, പക്ഷെ അയാൾ അമേരിക്കൻ പൗരനാണ്. അതുപോലെ തന്നെ യൂട്യൂബിന്റെ സിഇഒ നീൽ മോഹൻ, യൂട്യൂബിന്റെ സിഇഒ എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജനാണ്, പക്ഷെ അയാൾ അമേരിക്കൻ പൗരനാണ്, അല്ലെ? അപ്പൊ ഇവരൊക്കെ ഇന്ത്യൻ വംശജരാണ്. ഇങ്ങനെയുള്ള ഇന്ത്യൻ വംശജർക്ക് എപ്പോഴെങ്കിലും ഇന്ത്യൻ പൗരത്വം വേണ്ടി വരികയാണെങ്കിൽ അതിനുള്ള മാർഗമാണ് ഏത്? രജിസ്ട്രേഷൻ. ഒരു വിദേശിക്കല്ല, ഇന്ത്യൻ വംശജരായിട്ടുള്ളവർക്ക് ഇന്ത്യൻ പൗരത്വം നേടാനുള്ള മാർഗമാണ് ഏത്? രജിസ്ട്രേഷൻ, അല്ലെ? ഒരു വിദേശി എന്നുള്ള രീതിയിലല്ല നമ്മൾ ഇവരെ പരിഗണിക്കുന്നത്. ഇവർ ഇന്ത്യൻ വംശജരാണ്, ഇവരുടെ വേരുകൾ ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യൻ വംശജരായിട്ടുള്ള ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള ഒരു മാർഗമാണ് രജിസ്ട്രേഷൻ. അല്ലാതെ ഈ പറഞ്ഞ ഇന്ത്യക്കാരെങ്കിലും വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന, അല്ലെ? ഞാനിപ്പോൾ വിവാഹം കഴിക്കുന്നു, വിദേശത്തുള്ള ഒരാളെയാണ് വിവാഹം കഴിച്ചത്, അങ്ങനെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന എൻ്റെ ഭാര്യയ്ക്ക് ഇന്ത്യൻ പൗരത്വം നൽകാം. അത് ഏത് മാർഗത്തിലൂടെയാണ്? അത് രജിസ്ട്രേഷനിലൂടെയാണ്. അതേതിലൂടെയാണ്? രജിസ്ട്രേഷൻ. അപ്പൊ രജിസ്ട്രേഷനിലൂടെ പൗരത്വം ലഭിക്കുന്നത് ആർക്കൊക്കെയാണ്? ഇന്ത്യൻ വംശജർക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പാർട്ട്ണർക്ക്, അവർക്കാണ് ഈ പറഞ്ഞ ഏതിലൂടെ? രജിസ്ട്രേഷനിലൂടെയുള്ള പൗരത്വം ലഭിക്കുന്നത്. അങ്ങനെ രജിസ്ട്രേഷനിലൂടെയുള്ള പൗരത്വം ലഭിക്കണമെങ്കിൽ 5 വർഷം ഇവിടെ താമസിച്ചതിന് ശേഷം നിങ്ങൾ അപേക്ഷ നൽകണം. രജിസ്ട്രേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? അപേക്ഷിക്കണം. രജിസ്ട്രേഷനിൽ അപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾ എത്ര കൊല്ലം ഇവിടെ താമസിച്ചിരിക്കണം? 5 കൊല്ലം താമസിച്ചിരിക്കണം. അപ്പൊ 5 കൊല്ലം ഇന്ത്യയിൽ താമസിച്ച് രജിസ്ട്രേഷന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപേക്ഷിക്കാം. അങ്ങനെ
അങ്ങനെ നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള 2 കൊല്ലം സ്ഥിരമായിട്ട് ഇവിടെ പാർത്തിരിക്കണം. അങ്ങനെ 7ാമത്തെ കൊല്ലം നിങ്ങൾക്ക് എന്ത് കിട്ടും? പൗരത്വം കിട്ടും. അപ്പോൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. എപ്പോഴാണ്? 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം. അതിനുശേഷം നിങ്ങൾക്ക് പൗരത്വം കിട്ടും. ഈ പറഞ്ഞ അപേക്ഷ കൊടുത്ത് 2 കൊല്ലം, അവസാനത്തെ 2 കൊല്ലം ഇവിടെ തന്നെ താമസിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം 7ാമത്തെ കൊല്ലം രജിസ്ട്രേഷനിലൂടെ നിങ്ങൾക്ക് പൗരത്വം കിട്ടും. അപ്പൊ രജിസ്ട്രേഷനിലൂടെ പൗരത്വം ആർക്കാണ് കിട്ടുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ്. എത്ര കൊല്ലം രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിക്കാൻ നിങ്ങൾ ഇവിടെ താമസിച്ചിരിക്കണം, പൗരത്വം കിട്ടുന്നത് എത്ര കൊല്ലം കഴിഞ്ഞാണ്, ആ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വേണം. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത മാർഗം, അതായത് 4ാമത്തെ മാർഗം ചിരകാല അധിവാസത്തിലൂടെ, അല്ലെ, പൗരത്വം നേടാനുള്ള മറ്റൊരു മാർഗമാണ് ചിരകാല അധിവാസം. ചിരകാല അധിവാസം അഥവാ നമ്മൾ പറയും നാച്ചുറലൈസേഷൻ. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വിദേശ പൗരന് ഇന്ത്യൻ പൗരത്വം നേടാനുള്ള മാർഗമേത് എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഒരു വിദേശ പൗരന് ഇന്ത്യൻ പൗരത്വം നേടാനുള്ള മാർഗമേത്? രജിസ്ട്രേഷൻ ചോയ്സിനകത്തുണ്ടായിരിക്കും, എഴുതി തെറ്റേക്കരുത്. വിദേശ പൗരന് രജിസ്ട്രേഷനിലൂടെ പൗരത്വം ലഭിക്കുകയില്ല. അപ്പോൾ ഒരു വിദേശ പൗരന് ഇന്ത്യൻ പൗരത്വം നേടാനുള്ള മാർഗം എന്ത് എന്ന് ചോദിച്ചാൽ അത് നാച്ചുറലൈസേഷൻ ആണ്. ഏതാണ് ആ മാർഗം? നാച്ചുറലൈസേഷൻ അഥവാ ചിരകാല അധിവാസം. അല്ലെ, ഇപ്പൊ ഒരു നൈജീരിയക്കാരൻ ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം നേടണം. അങ്ങനെയാണെങ്കിൽ രജിസ്ട്രേഷനിലൂടെ പറ്റത്തില്ല, ബൈ ഡിസെന്റ് പറ്റത്തില്ല, ബൈ ബർത്ത് പറ്റത്തില്ല. പിന്നെ ഏതാണ്? നാച്ചുറലൈസേഷൻ ആണ് മാർഗം. അതായത് അതിന്റെ രീതി എങ്ങനെയാണ്? 12 കൊല്ലം ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ചിരിക്കണം. എത്ര? 12 കൊല്ലം ഇവിടെ സ്ഥിരമായി താമസിച്ചതിന് ശേഷം ഈ പറഞ്ഞ നാച്ചുറലൈസേഷൻ ആ മെത്തേഡിൽ പൗരത്വം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ അപേക്ഷ കൊടുക്കണം. അങ്ങനെ അപേക്ഷ കൊടുത്താൽ വീണ്ടും 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ 2 കൊല്ലം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ 14ാമത്തെ കൊല്ലം നാച്ചുറലൈസേഷനിലൂടെ അയാൾക്ക് പൗരത്വം കിട്ടും. രജിസ്ട്രേഷനിലൂടെ പൗരത്വത്തിന് അപേക്ഷിക്കണമെങ്കിൽ 5 കൊല്ലം താമസിക്കണം, അപേക്ഷിക്കണം, 7ാമത്തെ കൊല്ലം കിട്ടും. നാച്ചുറലൈസേഷനിലൂടെ ആണെങ്കിൽ 12 കൊല്ലം താമസിക്കണം, അപേക്ഷ കൊടുക്കണം, 14ാമത്തെ കൊല്ലം ഈ പറഞ്ഞ എന്ത് കിട്ടും? നിങ്ങൾക്ക് പൗരത്വം കിട്ടും. ഇതിലൂടെ നാച്ചുറലൈസേഷനിലൂടെ പൗരത്വം ലഭിക്കും. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാച്ചുറലൈസേഷനിലൂടെ പൗരത്വം കിട്ടണമെങ്കിൽ വേറെ ചില നിബന്ധനകളുണ്ട്. അതിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു നിബന്ധന സൽസ്വഭാവി ആയിരിക്കണം. എന്താണ്? സൽസ്വഭാവി ആയിരിക്കണം, അല്ലെ? അതിപ്പോൾ ഒരുവിധപ്പെട്ടവരെല്ലാം അങ്ങനെയാണ് എന്ന് നമുക്ക് എടുക്കാം. പക്ഷെ അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നാച്ചുറലൈസേഷനിലൂടെ പൗരത്വം നേടുന്ന ഒരാള് ഇന്ത്യയുടെ ഈ പറഞ്ഞ ഭരണഘടനയിൽ 8ാം ഷെഡ്യൂൾ ഉണ്ട്. 8ാം ഷെഡ്യൂളിൽ പറയുന്നത് ഔദ്യോഗിക ഭാഷകളാണ്. 8ാം ഷെഡ്യൂളിൽ 22 ഔദ്യോഗിക ഭാഷകളുണ്ട്. ആ 22 ഔദ്യോഗിക ഭാഷകൾ ഏതെങ്കിലും സംസാരിക്കാൻ മിടുക്കനായിരിക്കണം. ആ 22 ഔദ്യോഗിക ഭാഷകൾ ഏതെങ്കിലും ഒന്ന് ഇയാൾക്ക് അറിയാമായിരിക്കണം. ആർക്ക്? ഈ നാച്ചുറലൈസേഷനിലൂടെ പൗരത്വം നേടുന്നയാൾക്ക്, അല്ലെ? ഇപ്പോ 6 മാസമോ 1 കൊല്ലമോ ആയി താമസിക്കുന്ന, കേരളത്തിൽ താമസിച്ചു വരുന്ന ഒരു ബംഗാളി പോലും നല്ല രീതിയിൽ മലയാളം പറയും. അപ്പോൾ ഒരു 14 കൊല്ലമൊക്കെ ഈ പറഞ്ഞ ഇന്ത്യയിൽ താമസിച്ചിട്ടുള്ള ഏതൊരാൾക്കും ഈ പറഞ്ഞ ആ ഭാഗത്തെ ഭാഷ നന്നായിട്ട് പറയാൻ പറ്റും. അപ്പൊ അയാൾ ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണത്. അപ്പോൾ ആ പറഞ്ഞ ഒരു നിബന്ധന കൂടിയുണ്ട്. നാച്ചുറലൈസേഷനിലൂടെ ഇന്ത്യൻ പൗരത്വം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ സൽസ്വഭാവി ആയിരിക്കണം. അതിനൊപ്പം തന്നെ 8ാം ഷെഡ്യൂളിൽ പറയുന്ന 22 ഔദ്യോഗിക ഭാഷകളിൽ ഏതെങ്കിലും ഒന്ന് അയാൾക്ക് അറിയുമായിരിക്കണം. അപ്പൊ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോണം. ഇനി അത് കഴിഞ്ഞിട്ട് പൗരത്വം നേടാനുള്ള 5ാമത്തെ മാർഗം പ്രദേശ സംയോജനം വഴി. പ്രദേശ സംയോജനം വഴി ഇപ്പോ ഇന്ത്യയുടെ ഭാഗമല്ലാതിരിക്കുന്ന ഒരു പ്രദേശം ഭാവിയിൽ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു എന്ന് വെച്ചോ, സ്വാഭാവികമായിട്ടും ആ ഭാഗം പിന്നീട് ഇന്ത്യയുടേതായിട്ട് മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യേണ്ടി വരും? പൗരത്വം നൽകേണ്ടി വരും, അല്ലെ? 1961 ഗോവ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. അതുവരെ ഗോവ ഇന്ത്യയുടെ ഭാഗമല്ലായിരുന്നു. 1961 ഗോവ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. അപ്പോൾ ഗോവയിലുള്ള ആൾക്കാർക്ക് പൗരത്വം കിട്ടിയ മാർഗം ഏതാണ്? പ്രദേശ സംയോജനം. പുതിയ ഈ പറഞ്ഞ പ്രദേശം കൂട്ടിച്ചേർത്തതിലൂടെ, അല്ലെ? അനക്സേഷൻ ഓഫ് ന്യൂ ടെറിട്ടറീസ്, പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം.
അല്ലെ? ഇപ്പൊ സോണിയാഗാന്ധിക്ക് പൗരത്വം കിട്ടിയത് എങ്ങനെയാണ്? സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയുടെ ഭാര്യയാണ്. അപ്പൊ അവർക്ക് പൗരത്വം കിട്ടിയ മാർഗം എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആണ്. ഗോവയിലുള്ള ആൾക്കാർക്ക് പൗരത്വം കിട്ടിയ മാർഗം ഏതാണ്? ഞാൻ ഈ പറഞ്ഞ മാർഗമാണ്, പ്രദേശ സംയോജനം വഴി. അപ്പോ എത്ര തരത്തിൽ പൗരത്വം ഒരാൾക്ക് ലഭിക്കാം? 5 തരത്തിൽ പൗരത്വം ലഭിക്കാം. ആർക്കൊക്കെ എങ്ങനെയൊക്കെ ലഭിക്കാം, നമുക്ക് കിട്ടിയത് എങ്ങനെയുള്ളതാണ് പോലുള്ള കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായാൽ മതി. ആ ഭാഗത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് ഏതെല്ലാം രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം എന്നുള്ളതാണ്. പൗരത്വം ഏതെല്ലാം രീതിയിൽ നഷ്ടപ്പെടാം എന്ന് ചോദിച്ചാൽ 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. ഒന്ന് പരിത്യാഗം, നമ്മൾ റിനൗൺസിയേഷൻ എന്ന് പറയും. പരിത്യാഗം അഥവാ റിനൗൺസിയേഷൻ. എനിക്ക് നിങ്ങളുടെ പൗരത്വം വേണ്ട, ഞാൻ ഖത്തറിന്റെ പൗരത്വം സ്വീകരിക്കാനായിട്ട് പോകുന്നു എന്നൊരാൾ പറഞ്ഞാൽ പൊയ്ക്കോ, അല്ലെ? അതാണ് പരിത്യാഗം, റിനൗൺസിയേഷൻ, അല്ലെ? എനിക്ക് നിങ്ങളുടെ പൗരത്വം വേണ്ട, ഞാൻ ഖത്തറിന്റെ പൗരത്വം സ്വീകരിക്കാനായിട്ട് പോവാണ്. അപ്പൊ മറ്റേ ആ പരിപാടിയിൽ അയ്യോ അച്ഛ പോവല്ലേ, അയ്യോ അച്ഛ അത് വേണ്ട. അപ്പൊ അയാള് പോവാണ്. അപ്പൊ അങ്ങനെ പോകുന്ന ആളുടെ പൗരത്വം എന്ത് ചെയ്യും? നഷ്ടപ്പെടും. ഒരാൾ വേണ്ട എന്ന് പറഞ്ഞാൽ ആ പൗരത്വം നഷ്ടപ്പെടും. അതാണ് പരിത്യാഗം, റിനൗൺസിയേഷൻ. ഇനി പോവുകയാണെന്ന് പറഞ്ഞില്ല, പൗരത്വം വേണ്ട എന്നും പറഞ്ഞില്ല, പക്ഷെ അയാൾ വേറെ രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചു, അല്ലെ? ഇന്ത്യൻ പൗരനായിരിക്കുമ്പോൾ അയാൾ വേറെ രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചു. ഇവിടെ ഇരട്ട പൗരത്വത്തിന് വ്യവസ്ഥയൊന്നുമില്ല, ഏക പൗരത്വമാണ് ഇവിടുത്തെ വ്യവസ്ഥ. അപ്പോ ഇവിടെ പൗരനായിരിക്കുന്ന ഒരാള് വേറെ രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചാൽ അയാളുടെ പൗരത്വം നഷ്ടപ്പെടും. അതിന് നമ്മൾ പറയുന്നത് ടെർമിനേഷൻ എന്നാണ്. ഏതാണ്? ടെർമിനേഷൻ. മറ്റേ റിനൗൺസിയേഷൻ, പരിത്യാഗം, നിങ്ങളുടെ പൗരത്വം വേണ്ട, അതാണ് റിനൗൺസിയേഷൻ. മറ്റത് എന്ത് ചെയ്യുന്നു? വേറെ രാജ്യത്തിന്റെ പൗരത്വം എടുക്കുന്നു, അപ്പോൾ നഷ്ടപ്പെടുന്നു. അതിന് നമ്മൾ പറയുന്നത് ടെർമിനേഷൻ അഥവാ നിർത്തൽ ചെയ്യുന്നതിലൂടെ. ഇനി അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്? പൗരത്വ അപഹാരം. പൗരത്വ അപഹാരത്തെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞു രജിസ്ട്രേഷനിലൂടെ പൗരത്വം കിട്ടും, അതുപോലെ നാച്ചുറലൈസേഷനിലൂടെ പൗരത്വം കിട്ടും, അല്ലെ? ആർക്കൊക്കെയാണ് അങ്ങനെ പൗരത്വം കിട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനെ പൗരത്വം നേടണമെങ്കിൽ അവരെന്ത് ചെയ്യണം? ചില രേഖകൾ സർക്കാരിന് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ രേഖകളിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളത്തരമൊക്കെ കാണിക്കുകയും അത് പിന്നീട് പിടിക്കപ്പെടുകയും ചെയ്താൽ അവരുടെ പൗരത്വം റദ്ദാക്കും. അതായത് തെറ്റായ കള്ള പ്രമാണങ്ങളിലൂടെയാണ്, രജിസ്ട്രേഷനിലൂടെയോ നാച്ചുറലൈസേഷനിലൂടെയോ അയാൾ ഈ പൗരത്വം നേടിയിട്ടുള്ളതെങ്കിൽ അയാളുടെ പൗരത്വം എന്ത് ചെയ്യും? റദ്ദാക്കും. അയാളുടെ പൗരത്വം റദ്ദാക്കും. അതിനെയാണ് പൗരത്വ അപഹാരം എന്ന് പറയുന്നത്. വേറെ രീതിയിലും പൗരത്വം റദ്ദാക്കും. സൽസ്വഭാവിയായിരിക്കണം, അല്ലെ? അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ പൗരത്വം നേടിയത്. പിന്നീട് അയാൾക്ക് ഇവിടെ കഞ്ചാവ് കൃഷിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും അയാളുടെ പൗരത്വം എന്ത് ചെയ്യും? ഈ പറഞ്ഞ റദ്ദാക്കും. അപ്പോൾ പൗരത്വത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ കള്ളപ്രമാണങ്ങളാണ് എങ്കിൽ പിന്നീട് അയാളുടെ പൗരത്വം റദ്ദാക്കാം. പൗരത്വം നേടിയതിന് ശേഷം ഈ രാജ്യത്ത് ഫ്രോഡായിട്ടുള്ള ആക്ടിവിറ്റീസിൽ അയാൾ ഏർപ്പെട്ടാൽ അയാളുടെ പൗരത്വം എന്ത് ചെയ്യാം? റദ്ദാക്കാം. അതാണ് ഈ പറഞ്ഞ പൗരത്വ അപഹാരം. അപ്പൊ എത്ര തരത്തിൽ ഒരാളുടെ പൗരത്വം നഷ്ടപ്പെടും? 1 പരിത്യാഗം, 2 നിർത്തൽ ചെയ്യുന്നതിലൂടെ, 3 പൗരത്വ അപഹാരം. പൗരത്വ അപഹാരം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് വരാം. നേരത്തെ നമ്മൾ പറഞ്ഞു പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് കേന്ദ്ര ഗവൺമെന്റിന് അതിൻ്റെ അധികാരമുണ്ടെന്ന് പറഞ്ഞു. പൗരത്വം നൽകുന്നത്, പൗരത്വം റദ്ദാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഏതാണ് വകുപ്പ്? വകുപ്പ് 10. പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം പാർലമെന്റിനാണെന്ന് പറഞ്ഞു. അത് വകുപ്പ് 11. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ഇപ്പോ നമ്മുടെ പൗരത്വം കേന്ദ്ര സർക്കാരിന് റദ്ദാക്കാൻ പറ്റുമോ? എൻ്റെയും നിങ്ങളുടെയും പൗരത്വം കേന്ദ്ര സർക്കാരിന് റദ്ദാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ്, ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്ന ആൾക്കാരാണ്. നമ്മുടെ പൗരത്വം ഒരിക്കലും കേന്ദ്ര സർക്കാരിന് റദ്ദാക്കാൻ പറ്റില്ല. കേന്ദ്ര സർക്കാരിന് റദ്ദാക്കാൻ പറ്റുന്നത് ആരുടെ പൗരത്വമാണ്? രജിസ്ട്രേഷനിലൂടെയോ നാച്ചുറലൈസേഷനിലൂടെയോ പൗരത്വം നേടിയവരുടെ പൗരത്വം മാത്രമാണ് കേന്ദ്ര സർക്കാരിന് ആർട്ടിക്കിൾ 10 അനുസരിച്ച് റദ്ദാക്കാൻ പറ്റുന്നത്.
പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, യുദ്ധം നടക്കുന്ന സമയത്ത് ഒരാളുടെയും പൗരത്വം റദ്ദ് ചെയ്തുകൂടാ. ഏത് സാഹചര്യത്തിൽ ഒരാളുടെയും പൗരത്വം റദ്ദ് ചെയ്തുകൂടാ? യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഒരാളുടെയും പൗരത്വം റദ്ദ് ചെയ്തുകൂടാ എന്നൊരു കാര്യം കൂടി ഈ പറഞ്ഞ പൗരത്വ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പം പൗരത്വം റദ്ദ് ചെയ്യാമോ? റദ്ദ് ചെയ്യാം. ആർക്ക് റദ്ദ് ചെയ്യാം? കേന്ദ്ര സർക്കാർ റദ്ദ് ചെയ്യാം. ഏത് രീതിയിൽ പൗരത്വം കിട്ടിയവരുടെ പൗരത്വമാണ് റദ്ദ് ചെയ്യാൻ പറ്റുന്നത്? നേരത്തെ പറഞ്ഞ രജിസ്ട്രേഷൻ, നാച്ചുറലൈസേഷൻ. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് പൗരത്വ നിയമം 1955, അതിനകത്തുള്ള ഒരു സെക്ഷൻ ഉണ്ട്, സെക്ഷൻ 6A. പൗരത്വ നിയമത്തിനകത്തുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 6A. അപ്പോൾ പൗരത്വ നിയമത്തിലെ സെക്ഷൻ 6A ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് എന്നൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. പൗരത്വ നിയമത്തിലെ സെക്ഷൻ എന്താണ്? 6A ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആസാമാണ്. ഏതാണ്? ആസാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ആസാം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനം, ഇന്ത്യയിലെ സംസ്ഥാനം ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഒരുപാട് ഈ പറഞ്ഞ നുഴഞ്ഞു കയറ്റം, അഭയാർത്ഥി പ്രശ്നം എവിടെയുണ്ട്? ആസാമിലുണ്ട്. ആസാമിലെ ആൾക്കാർ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഈ പറഞ്ഞ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞു കയറ്റവും അഭയാർത്ഥി പ്രശ്നവുമാണ്. അപ്പോൾ അവിടെ പലപ്പോഴും ആ കാര്യവുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പൗരത്വ നിയമത്തിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നോണം കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരു വകുപ്പാണ് സെക്ഷൻ 6A. ആ സെക്ഷൻ 6A പറയുന്നത് ആസാം കോഡ് എന്നാണ്. ഏതാണ്? ആസാം കോഡ്, അല്ലെ? അപ്പൊ പൗരത്വ നിയമത്തിൽ ആസാം കോഡ് സെക്ഷൻ 6A. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം പൗരത്വ നിയമം 1955 പൗരത്വ നിയമത്തിൽ ഏറ്റവും ഒടുവിൽ ഭേദഗതി ഉണ്ടായത് എപ്പോഴാണ്? നിങ്ങൾക്കറിയാം, അത് 2019 ഒരുപാട് വിവാദങ്ങളും ഒരുപാട് സംഘർഷങ്ങളും ആ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം, അല്ലെ? അപ്പൊ പൗരത്വ നിയമത്തിൽ ഏറ്റവും ഒടുവിൽ ഭേദഗതി നടന്നത് 2019 എന്തായിരുന്നു ആ ഭേദഗതി? 3 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലോട്ട് എത്തിയ 3 രാജ്യങ്ങളിൽ നിന്ന്. ആ 3 രാജ്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ, വേറൊന്ന് അഫ്ഗാനിസ്ഥാൻ, വേറൊന്ന് ബംഗ്ലാദേശ്. 3 രാജ്യങ്ങൾ. ഈ 3 രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ്, അല്ലെ? ഈ 3 രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഈ 3 ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലോട്ട് അനധികൃതമായിട്ട് കുടിയേറി പാർത്ത 6 മതവിഭാഗങ്ങളിലുള്ളവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കാം എന്നുള്ള തീരുമാനമാണ് 2019 പൗരത്വ ഭേദഗതി നിയമം, അല്ലെ? അപ്പൊ പൗരത്വ നിയമം വരുന്ന 1955 ആ പൗരത്വ നിയമത്തിൽ ഏറ്റവും ഒടുവിൽ ഭേദഗതി ഉണ്ടാവുന്നത് 2019 2019 ഭേദഗതി പ്രകാരം ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള? 3 രാജ്യങ്ങളിൽ നിന്നുള്ള, അല്ലെ? ഏതൊക്കെ? അത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള? 3 രാജ്യങ്ങളിൽ നിന്നുള്ള. 3 രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് പൗരത്വം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. എത്ര മതവിഭാഗങ്ങളിൽപ്പെട്ടവർ? 6 മതവിഭാഗങ്ങളിൽപ്പെട്ടവർ. ഈ 6 മതവിഭാഗങ്ങൾ എന്ന് പറഞ്ഞ ഏതൊക്കെ? ബുദ്ധ വിഭാഗം, അല്ലെ? ബുദ്ധ മതക്കാര്, ജൈന മതക്കാര്, പാഴ്സി മതക്കാര്. ബുദ്ധ, ജൈന, പാഴ്സി, അല്ലെ? പിന്നെ അത് കഴിഞ്ഞിട്ട് സിഖ്, ക്രിസ്ത്യൻ, ഹിന്ദു. അപ്പോ ഈ പറഞ്ഞ എത്രയായി? 6 മതവിഭാഗം. അപ്പോ ഈ പറഞ്ഞ 3 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലോട്ട് അനധികൃതമായി കുടിയേറിയ 6 മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകാം എന്നുള്ളതാണ് ഏത് ഭേദഗതി? 2019 പൗരത്വ ഭേദഗതി നിയമം. ഇവിടെ ഒരുപാട് അത് വിവാദമായത് എന്തുകൊണ്ടാണ്? മുസ്ലിം വിഭാഗത്തിലുള്ളവർക്ക് ഈ പറഞ്ഞ ആനുകൂല്യം ലഭിക്കുകയില്ല. ഇവിടെ ഇങ്ങനെ അനധികൃതമായി കുടിയേറിയ മുസ്ലിം വിഭാഗങ്ങൾക്ക് പൗരത്വം ലഭിക്കുകയില്ല. അങ്ങനെ ഒരു കാര്യം അതിനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് വിവാദമായത്. അപ്പൊ അതിനകത്തോട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഫാക്ട് മനസ്സിലായല്ലോ. അപ്പോ പൗരത്വവുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ സിലബസിൽ
പാർട്ട് 2 പൗരത്വം പഠിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ പൗരത്വവുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ തന്നെ ഈ ചാനലിലൂടെ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുറച്ചുകൂടി വലിയ ഇത്തിരി എലാബറേറ്റ് ആയിട്ട് കുറച്ചുകൂടി വിശാലമായിട്ട് എടുത്ത ക്ലാസ്സുകളാണ്. അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോഴത്തെ രീതിക്കില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ട്. ഇനി അഥവാ അത് പോരാ എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് പഴയ ക്ലാസ്സുകൾ പോയി കാണാം. കുറെ കൂടി വിശാലമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പുസ്തകം, നിങ്ങൾക്ക് തന്നിട്ടുള്ള പുസ്തകം വായിക്കുക. അത് വായിക്കുമ്പോഴത്തേക്ക് ഈ ഭാഗം സെറ്റാവും. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം ഇത് ഗുണപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഇതിനെ കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോ എത്തിക്കണം. നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് കൂടി ഈ വീഡിയോ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾ ചെയ്യേണ്ട ഈ പറഞ്ഞ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അത് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.